നമ്മുടെ വ്യോമയാന ചരിത്രത്തിൽ നിരവധി പ്ലെയിൻ ഹൈജാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ തെളിയിക്കപ്പെടാതെ പോയ ഒരേ ഒരു കേസേ ഉള്ളൂ. അതാണ് പിൽക്കാലത്ത് DB കൂപ്പർ എന്നറിയപ്പെട്ട ഡാൻ കൂപ്പർ നടത്തിയ ഹൈജാക്ക്. 1971 നവംബർ 24-നാണ് നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 305 എന്ന ബോയിങ് 727 വിമാനം ഡാൻ കൂപ്പർ ഹൈജാക്ക് ചെയ്യുന്നത്. തന്റെ സ്യൂട്ട് കേസിൽ ബോംബുമായി വിമാനത്തിൽ കയറിയ DB കൂപ്പർ ആവശ്യപ്പെട്ടത് $2 ലക്ഷം 4 പാരച്യൂട്ടുമാണ്. തന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വിമാനം ബോംബ് വെച്ച് തകർക്കുമെന്ന് അയാൾ പറഞ്ഞു. അധികൃതർക്ക് അത് അംഗീകരിക്കാതെ മറ്റു വഴികളില്ലായിരുന്നു. വിമാനം അതിന്റെ ലക്ഷ്യസ്ഥാനമായ സിയാറ്റിൽ എത്തിയപ്പോൾ കൂപ്പർ ആവശ്യപ്പെട്ടതെല്ലാം കൂപ്പറിന്റെ കൈകളിലെത്തി. അതോടെ അവിടെ വെച്ച് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം വിമാനം വീണ്ടും പറത്താൻ കൂപ്പർ ആവശ്യപ്പെട്ടു. പിന്നീട് നടന്നത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവമാണ്. പറന്നുകൊണ്ടിരുന്ന വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് ഉപയോഗിച്ച് കൂപ്പർ താഴേക്ക് ചാടി. ഈ സംഭവം നടന്നിട്ട് 53 വർഷങ്ങൾ കഴിഞ്ഞു. അന്നേ ദിവസം വിമാനത്തിൽ നിന്ന് ചാടിയ കൂപ്പറിന്റെ പൊടി പോലും കണ്ടെത്താൻ പിന്നീട് FBI കഴിഞ്ഞില്ല. നീണ്ട 45 വർഷക്കാലം പല വഴികളിലാണ് FBI ഈ കേസ് അന്വേഷിച്ചത്. എന്നിട്ടും തെളിയിക്കപ്പെടാനാകാത്ത ഒരേ ഒരു പ്ലെയിൻ ഹൈജാക്ക് കേസായി ഇത് മാറി. ആരായിരുന്നു DB കൂപ്പർ? അയാൾ എവിടെ നിന്നാണ് വന്നത്? അയാൾ എങ്ങോട്ടേക്കാണ് മറഞ്ഞത്? അന്ന് നടന്ന പ്ലെയിൻ ഹൈജാക്കിനെ കുറിച്ചും അതിനെ തുടർന്നുണ്ടായ നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ അന്വേഷണത്തെക്കുറിച്ചും എല്ലാം ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.